ADM നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, അത് കൊലപാതകമാണെന്ന് പല മാധ്യമങ്ങളും ആധികാരികമായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കൊലയാളികളും അവരെ സംരക്ഷിക്കുന്നവരും നെട്ടോട്ടം തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. മരണം കൊലപാതകമെന്ന് തെളിവ് സഹിതം വെളിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു MLA PV അൻവർ പറഞ്ഞതോടെയാണ് മരണം കൊലപാതകമെന്ന് സത്യത്തിലേക്ക് നീങ്ങുന്നത്. ഇനി CBI അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കേരള മനുഷ്യ മനസാക്ഷി ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രതികളെ രക്ഷിക്കാൻ പാടുപെടുന്ന പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ലഭിക്കുക. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ നവീൻ ബാബുവിന് വ്യക്തമായി അറിയാമായിരുന്നുവെന്നും ശശിയുടേതടക്കമുള്ള CPM-ന്റെ സമ്മർദ്ദം താങ്ങാനാകാതെയാണ് താൻ സ്ഥലം മാറിപ്പോകുന്നതെന്ന് നവീൻ ബാബു അടുപ്പക്കാരോട് പറഞ്ഞിരുന്നുവെന്നും MLA വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയോട് യാത്രയപ്പ് സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടത് ശശിയാണെന്നും ശശിയുടെ ഗൂഢാലോചനയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയതെന്നും തെളിയിക്കാൻ പോവുകയാണ് MLA. ഈ യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ട് തന്നെ കേസിൽ കക്ഷി ചേരാൻ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുകയാണ് PV അൻവർ MLA. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടന്നിരിക്കുന്നത് വലിയ ക്രമക്കേട് എന്നും അതിന് ഏറ്റവും വലിയ തെളിവായി 0.5 സെന്റിമീറ്റർ കനമുള്ള പഴയ പ്ലാസ്റ്റിക് ചരടിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നതും കൊലപാതകമെന്ന സൂചനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇത്തരമൊരു കയറിൽ 55-ലേറെ കിലോ വരുന്ന ഒരാൾ ഇത്ര നേരം തൂങ്ങി നിൽക്കാൻ കഴിയുമോ എന്നും ഇനി അങ്ങനെയെങ്കിൽ കഴുത്തിൽ മുറിവുണ്ടാകേണ്ടതല്ലേ എന്നുമുള്ള MLA അൻവറിന്റെ ചോദ്യം പോയി തറക്കുന്നത് കേരളത്തിന്റെ നെഞ്ചിലേക്ക് തന്നെയാണ്. ഇതൊരു പരിശീലനം ലഭിച്ച കണ്ണൂർ മോഡൽ കൊലപാതകമാകാൻ സാധ്യതയേറുകയാണ്. അത്തരമൊരു കൊലപാതകത്തിലേക്ക് എത്തുകയാണ് MLA-യുടെ വെളിപ്പെടുത്തലിലൂടെ. അതിന് തെളിവായി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ട് എന്ന് ഇൻക്വസ്റ്റിൽ പറയുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് ഒരു പരാമർശവുമില്ല. ശരീരത്തിൽ വിഷാംശമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടേയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം തയ്യാറാക്കിയത് ആണെന്ന് വ്യക്തമാവുകയാണ്. കാരണം ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് പോസ്റ്റ്മോർട്ടം നടത്തുന്നു. അതും ബന്ധുക്കൾ കോഴിക്കോട്ട് വെച്ച് വേണം എന്നാവശ്യപ്പെട്ട പോസ്റ്റ്മോർട്ടം CPM-ന്റെ പൂർണ്ണ ഭരണത്തിലിരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ചെയ്തത് തന്നെ കേസ് അട്ടിമറിക്കാനാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് കേരളം. ചില മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തലിൽ പറയുന്നത് പ്രകാരം CPM-ന്റെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ എല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയാൽ ഉണ്ടാകുന്ന അപകടം വ്യക്തമായി മനസ്സിലാക്കിയവർ പ്രൊഫഷണൽ കൊലയാളികളെ ഇറക്കി, അതും സെൻട്രൽ ജയിലിൽ നിന്നും ഇറക്കി ചെയ്യിച്ച കൊലപാതകമെന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഏതായാലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയും ദാരുണമായി കൊല ചെയ്യപ്പെട്ടതാണെങ്കിൽ കേരളത്തിന്റെ പ്രാർത്ഥന അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നതുകൊണ്ട് CBI അന്വേഷണത്തിന് സാധ്യത ഏറി വരികയാണ്. ഇത്രയും കാലം രക്ഷപ്പെട്ട പല കൊലയാളികളായ പകൽമാന്യന്മാരും കുടുങ്ങുന്നത് ഒരുപക്ഷേ ഈ കേസിലായിരിക്കും എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ സംഭവങ്ങൾ നീങ്ങുന്നത്.